ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊക്കെ പറയും ഇവൻ ഒരു വലിയൊരു മുസ്ലിം വിരോധിയാണ്, ഉസ്താദന്മാരെ കുറ്റം പറയുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറയും. നോക്കുക, എങ്ങനെയാണ് ഞാൻ ഇത്തരത്തിലുള്ള വാർത്ത പറയാതിരിക്കുന്നത്? എത്ര പേരാണ് പറ്റിക്കപ്പെടുന്നത്? ഒരു ഉസ്താദിന്റെ ഒരു കള്ളപ്രചാരണം ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. നോക്കുക, ഓൺലൈനിലൂടെ നട്ടലില്ലാതെ ഒരിത്തിരി ഉളുപ്പുമില്ലാതെ പൈസ ഉണ്ടാക്കുകയാണെന്നൊരു ഉസ്താദ്. അയാളെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാവിലേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും. സത്യം ഞാൻ പറഞ്ഞത്, അതിനെ ഉസ്താദ് എന്നല്ല വിളിക്കേണ്ടത്, കള്ളനാണ്, പച്ചക്കള്ളനാണ്. അത്തരത്തിലുള്ള ഒരു കള്ളനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ കള്ളന്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിനുശേഷം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള യഥാർത്ഥ കാരണം എല്ലാം ഞാൻ വിശദമായി സംസാരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഏതായാലും കേട്ടു നോക്കാം. അപ്പൊ നമ്മളുടെ പിരിവിന്റെ QR കോഡ് എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ നമ്മളുടെ സഹോദരങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കണം. അപ്പൊ നമ്മളുടെ ഇന്ന് കമന്റുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ വന്ന കുറെ ഉണ്ട്. അതില് സുൽഫത്ത് അവരുടെ മൂത്ത മോൾക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ നിങ്ങളുടെ തീരെ പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതൊരു നല്ല മാർഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. അടുത്തത് സയ്യിദ് മസൂദ്, അവരുടെ സുഹൃത്തിന് അബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന സുഹൃത്തിന് അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട്. വിദേശത്തുള്ള ഒരു പ്രവാസിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവിടെയാണ് അവരുടെ കച്ചവട കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് നല്ല ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ആരും പിരിഞ്ഞു പോകരുത്. പൈസ തരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള എടാ, തനിക്കിത്തിരി ഉളുപ്പില്ലേടാ? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇയാളോട്. എന്തൊരു പൈസ ഉണ്ടാക്കൽ പരിപാടിയാണ് ഇതിന്റെ താഴെ? ചിലപ്പോൾ ഒന്നും അറിയാതെ എന്ത് മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ ചാവുന്ന ചില ആൾക്കാർ വിഷം കാറാനുണ്ടാവും എന്റെ കമന്റ് ബോക്സിൽ. എന്ത് വേണമെങ്കിലും വിഷം കാറിക്കോളൂ. ഞാൻ പറയുകയാണ്, സത്യസന്ധമായി നിങ്ങൾ നിൽക്കുക. എന്തിനാണ് ഇത്തരത്തിലുള്ളവർക്ക് ഗൂഗിൾ പേ വഴി നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഗൂഗിൾ പേ വഴി പൈസ കൊടുത്ത് നിങ്ങൾക്ക് ദുആ ചെയ്യുന്ന എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്? ഇങ്ങനെ പറയാൻ കാരണം, ഒന്നും അറിയാത്ത ചില കാക്കാന്മാരുണ്ട്, ഒന്നും അറിയാത്ത ചില താത്താമാരുണ്ട്. കിട്ടിയ പൈസ ഇത്തരത്തിലുള്ള കള്ളന്മാരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. എന്തെങ്കിലും, അതായത് ഗൾഫിൽ ഹസ്ബൻഡ് ഉണ്ട്, പണിയൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാര്, ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഞാനുള്ളത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ നിന്നല്ലേ മുസ്ലിം മതമെല്ലാം വന്നത്. ഇവിടെയല്ലേ മദീനയുള്ളത്, ഇവിടെയല്ലേ മക്കയുള്ളത്. ഞാനടക്കം ഉംറ, മദീന സിയാറത്തൊക്കെ പോയ ഒരാളെ. നിലവിൽ ഈ വീഡിയോ അടക്കം വിടുന്നത് സൗദി അറേബ്യയിലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു റിയാല് ഏതെങ്കിലും ഒരു പള്ളിയിൽ മേടിക്കുന്നുണ്ടോ? നിങ്ങൾ ഇത് ചോദിക്കണം. എവിടെയെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരാൾ ഇരുന്നിട്ട് പൈസ ആക്കൽ പരിപാടി ഉണ്ടോ? ഒരു ഉസ്താദന്മാരും ഇങ്ങനെ ഗൂഗിൾ പേ വഴി, അതായത് ഇവിടത്തെ രീതിയിലുള്ള ഗൂഗിൾ പേ വഴിയിൽ ഒരു റിയാൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. നാട്ടിലുള്ള പച്ചക്കള്ളന്മാർ നിങ്ങളെ വെറുതെ പറ്റിക്കുകയാണ് എൻ്റെ പൊന്നു സഹോദരന്മാരെ. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? നീ മുസ്ലിം അല്ലേ? ഇങ്ങനത്തെ കമന്റ് ബോക്സ് ആണ് എൻ്റെ കമന്റിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം മദനിയ ഉസ്താദിനെ കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ സ്വലാത്ത് മജ്‌ലിസിൽ, അദ്ദേഹത്തിന്റെ ദുആ മജ്‌ലിസിൽ സ്കാനർ വെക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. നിലവിലും ഞാൻ പറയുന്നു അത് തെറ്റാണ്. ഇത്തരത്തിലുള്ള പച്ചക്കള്ളന്മാരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മുമ്പിൽ വെറുതെ പറയുക, അള്ളാഹുവേ അവന് ബറക്കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക. ഇയാൾ എന്തൊരു പച്ചയോടെയാണ് ഇയാൾ പറയുന്നത്? അതായത് ഒരു താത്ത 1000 റുപ്യ തന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുഖ ഫുൾ A+. നീ ആരുടെ വേറെ വല കർണത്തൊക്കെ കൊടുക്കാനാണ് തോന്നുന്നത്? ഫുൾ A+ കിട്ടണമെങ്കിൽ നിങ്ങളെ മക്കൾ നന്നായിട്ട് പഠിക്കണം. അത്തരത്തിൽ ബോധമില്ലേ നിങ്ങൾക്ക്? അതായത് നിങ്ങളെ മക്കൾ നന്നായി പഠിക്കാതെ ഇത്തരത്തിലുള്ള കള്ളന്മാരുടെ അക്കൗണ്ടിൽ പൈസ അയച്ചു കൊടുത്ത് എന്താണ്? നോക്കുക, ഇദ്ദേഹത്തിന്റെ വീഡിയോ കൊണ്ട് തുടങ്ങുന്നത് എന്താണ്? ഗൂഗിൾ പേയുടെ സ്കാനർ റെഡി ആയിട്ടുണ്ട്, ഇട്ടോളൂ എന്നാണ്. എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിയില്ല. അവിടുത്തെ നാട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇവരുടെ വീട്ടിൽ കയറിയിട്ടെങ്കിൽ നിങ്ങൾക്ക് 2 കൊടുത്തൂടെ? നിങ്ങളൊക്കെ പേടിക്കുന്നുണ്ടാവും, ഉസ്താദ്. നിങ്ങളൊക്കെ മദ്രസ പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്കൊക്കെ ആരും മതം പഠിപ്പിച്ചിട്ടില്ലേ? എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് പൈസ കൊടുക്കുന്നത്?
ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയ ഹറാമാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം ഹറാമാണെന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്കെന്ത് പ്രശ്നം? ഒന്നാമത്തെ കാരണം ഇതൊന്ന് ഹറാമാണ്. അതിനുശേഷം ഇതിൽ സ്കാനർ വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് ഇത്തരത്തിലുള്ള കള്ളന്മാർ. വീണ്ടും പറയുകയാണ്, ഇത്തരത്തിലുള്ള കള്ളന്മാരെ നിങ്ങൾ ആരും വളർത്തി കൊണ്ടുവരാതിരിക്കുക. ഓൺലൈനിലൂടെ പൈസ ഉണ്ടാക്കുന്നത് പച്ചക്കള്ളന്മാരാണ്. പിന്നെ ചില ആൾക്കാർ, അതായത് പള്ളിയിൽ വയർന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് ദുആ മജ്‌ലിസിന്റെ ഒരു സമയത്ത് ഒരു 500-1000 ദുആ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അത് പള്ളിക്കാണ് ആ പൈസ കിട്ടുന്നത്, അതായത് അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടാവും. ഇത് ഇവരുടെ സ്കാനർ വെച്ച്, ഇവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് സ്കാനർ വെച്ച് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വരികയാണ്. ഒരു കരണത്തൊക്കെ ഒരു അടി കൊടുക്കുന്ന ഒരു കൊടുക്കാത്തവരല്ലേ പറയുകയാണ്, അവൻ പച്ചക്കള്ളനാണ്, സത്യസന്ധനായ ഉസ്താദാണെങ്കിൽ അവൻ ആദ്യമേ പറയില്ലായിരുന്നു, അതായത് സ്കാനർ മറ്റത് മറിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ളവരെ ജയിലിലിടണം. അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. ഇത് ഞാൻ എത്ര വലിയ മുസ്ലിം വിരോധിയായാലും ഒരു കുഴപ്പമില്ല. നല്ലവരായ ഇഷ്ടം പോലെ ഉസ്താദന്മാരുണ്ട്, നല്ല രീതിയിൽ പേടിച്ച് ജീവിക്കുന്ന, നല്ല രീതിയിൽ മതം പറഞ്ഞ് ജീവിക്കുന്ന ഇഷ്ടം പോലെ ഉസ്താദന്മാരുണ്ട്. ഇത്തരത്തിലുള്ള കള്ളന്മാരെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഇതൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ തെറി വിളിക്കാത്തത്. അയാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഞാൻ തെറി വിളിച്ചു സ്വയം മനസ്സിലാക്കുക. നോക്കുക, ഇത്തരത്തിലുള്ള കള്ളന്മാരുടെ അക്കൗണ്ടിലേക്ക് എത്ര പൈസയാണ് പോകുന്നത്. ഈ കള്ളൻ എന്താണ് വിളിച്ചു പറയുന്നത്? ഫുൾ A+ കൊടുക്കണേ, ഇവന്റെ വായ കൊണ്ട് ഫുൾ A+ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ കുട്ടിക്ക് A+ കിട്ടുന്നത്? ആ കുട്ടി നന്നായി പഠിച്ചാലല്ലേ ആ കുട്ടിക്ക് A+ കിട്ടുന്നത്. ഓക്കെ, എനിക്കും അടുത്തു. ഞാനപ്പോ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ലൊരു തിരക്കുണ്ട്, നല്ല പണിയുടെ തിരക്കാണ്. അതിൻ്റെ ഇടയിലാണ് വന്ന് വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം പറയുകയാണ്, ഞാനിപ്പോൾ അടുത്തിട്ട് നാട്ടിലേക്ക് പോയിട്ട് ഇതിനായിട്ട് തന്നെ ഞാൻ നിൽക്കുകയാണ്. അതായത് യൂട്യൂബിൽ വ്ളോഗ് ഇടാം, നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളന്മാർ, അത് ഏത് മതത്തിലായാലും, മുസ്ലിം എന്നല്ല ഏത് മതത്തിലായാലും ഇത്തരത്തിലുള്ള കള്ളന്മാരെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.